നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലിജി എതിരേറ്റ്. പ്രധാന വാർത്തകൾ. ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാൽക്കരയിലെ തണൽ മരങ്ങൾ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിക്കുന്നു. പഞ്ചായത്തുകൾക്ക് നിസ്സംഗത. കാർഷിക വായ്പയ്ക്ക് തടയിട്ട് നബാർഡ്. കേരളത്തിൽ കാർഷിക രംഗം കടുത്ത പ്രതിസന്ധിയിലേക്ക്. എക്സൈസ് ലേലത്തിന് ഉച്ചഭാഷിണി നൽകിയ ഉടമയ്ക്കെതിരെ ലൈറ്റ് ആൻഡ് സൗണ്ട് അസോസിയേഷൻ ലേലം തടയാൻ ശ്രമം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വിശദമായ വാർത്തകൾ. AC കനാൽക്കരയിലെ നാട്ടുമാവുകൾ അടക്കമുള്ള വൃക്ഷങ്ങൾക്ക് ചുവട്ടിൽ മാലിന്യമിട്ട് കത്തിക്കുന്നത് പതിവാകുന്നു. രാത്രികാലങ്ങളിലാണ് പ്രധാനമായും തീ കത്തിക്കുന്നത്. നിരവധി വൃക്ഷങ്ങളാണ് ഇത്തരത്തിൽ ചുട്ടരിക്കപ്പെടുന്നത്. കുളവും പുഴയും കൈത്തോടുകളുമെല്ലാം വറ്റുവരളുന്നു. വേനലിന്റെ കാഠിന്യത്തിലും ഉണ്ണികളെ ഗർഭം ധരിച്ച് വഴിത്തണൽ ഒരുക്കുകയാണ് ഈ നാട്ടുമാവ്. എന്നാൽ മനുഷ്യർ ഈ മാവുകളും തീയിട്ട് നശിപ്പിക്കുന്നു. അതും രാമങ്കരി ഗ്രാമപഞ്ചായത്തിന്റെ മൂക്കിന് താഴെ. ആണ്ടുതോറും നടത്തിവരാറുള്ള മരനടിയൽ കർമ്മത്തിൽ അവഗണനയെ അതിജീവിച്ച് വളർന്ന മരങ്ങൾ വളരെ കുറച്ചു മാത്രം. AC കനാൽക്കരയിൽ തണലും കണ്ണിന് കുളിരുമേകി നിൽക്കുന്ന ഈ നാട്ടുമാവുകളുടെ ചുവട്ടിലാണ് നാട്ടുകാരും കടക്കാരും ഇപ്പോൾ മാലിന്യമിട്ട് കത്തിക്കുന്നത്. എത്രയോ മരങ്ങളാണ് ഇങ്ങനെ നശിപ്പിക്കപ്പെടുന്നത്. മാവും പ്ലാവും നെല്ലും ആര്യവേപ്പുമൊക്കെ ഇങ്ങനെ നശിച്ചവയുടെ കൂട്ടത്തിൽപ്പെടുന്നു. ഗ്രാമപഞ്ചായത്തോ വനം വകുപ്പോ പരിസ്ഥിതി സ്നേഹികളോ ഇതൊന്നും കണ്ടമട്ടില്ല. എല്ലാ പരിസ്ഥിതി ദിനാചരണത്തിലും നട്ട മരങ്ങൾ വളർന്നിരുന്നെങ്കിൽ ആലപ്പുഴ ഇന്നൊരു ഫോറസ്റ്റ് ആയേനെ. ആർപ്പും കുരവയും ഫ്ലക്സ് ബോർഡും ഉദ്ഘാടനവും ഒക്കെയായി മരനടിയിലും പരിസ്ഥിതി അവബോധന പ്രബോധന ക്ലാസുമൊക്കെയായി വാർഡ് മെമ്പർമാർ മുതൽ മന്ത്രിമാർ വരെ സംഗതി ആഘോഷമാക്കുകയും ചെയ്യും. എന്നാൽ കുഴിയിൽ വെച്ച ചെടി വെള്ളവും സംരക്ഷണവുമില്ലാതെ നശിക്കുകയാണ് പതിവ്. ഇല്ലെങ്കിൽ ആടിനോ പശുവിനോ ഒന്ന് നക്കുവാനുള്ള വകയാകും. പോട്ടെ, എല്ലാം അതിജീവിച്ച മരമെങ്ങാനും വളർന്നാലോ നാട്ടുകാർ അതിന്റെ മൂട്ടിൽ തീയിടും. വനം വകുപ്പിന്റെ സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിലെ ജീവനക്കാർക്കാണിത് ഏറെ സന്തോഷം നൽകുന്നത്. കൊടുത്ത ചെടിയെല്ലാം വളർന്നാൽ അടുത്ത തവണ വൃക്ഷത്തൈ വിതരണം നടക്കില്ലല്ലോ. മാമ്പഴം വീഴും നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ എന്ന വൈലോപ്പള്ളി കവിതയിലെ അമ്മയുടെ ചോദ്യം. നാട്ടുമാവുകളുടെ മൂട്ടിൽ മാലിന്യം നിക്ഷേപിച്ചിട്ട് കത്തിക്കുന്ന മലയാളികളെ കണ്ടാൽ ആ അമ്മയുടെ പ്രതികരണം എന്താവും? വിനോദ് കൈനഗരിയുടെ ക്യാമറ കാഴ്ചകൾക്കൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCV ന്യൂസ്. കാർഷിക വായ്പ നബാർഡ് തടയുന്നു. ചെറുകിട കർഷകർക്ക് ലഭിക്കുന്ന കാർഷിക വായ്പകൾ മുടങ്ങാൻ സാധ്യത. കേരളത്തിൽ കാർഷിക രംഗം കടുത്ത പ്രതിസന്ധിയിലേക്ക്. കിട്ടാക്കടം സംബന്ധിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങൾ സംസ്ഥാന സഹകരണ ബാങ്ക് പാലിച്ചില്ലെന്നാരോപിച്ചാണ് നബാർഡ് കാർഷിക വായ്പകൾക്ക് തടയിടുന്നത്. ഇപ്പോഴത്തെ വായ്പാ നയം അനുസരിച്ച് 7% പലിശയ്ക്കാണ് കർഷകർക്ക് വായ്പ ലഭിക്കുന്നത്. ഇതില്ലാതായാൽ കർഷകർക്ക് കൃഷി ഇറക്കാനാവാത്ത അവസ്ഥയാകും. സംസ്ഥാന സഹകരണ ബാങ്കിനാണ് നബാർഡിൽ നിന്നും പണം ലഭിക്കുന്നത്. ഇത് ജില്ലാ സഹകരണ ബാങ്കുകളിലും അവിടെ നിന്ന് പ്രാഥമിക സഹകരണ ബാങ്കുകളിലും എത്തുന്നു. സംസ്ഥാന സഹകരണ ബാങ്കിന്റെ കിട്ടാക്കടം 10% താഴെയാക്കി നിർത്തണമെന്ന RBIയുടെ നിബന്ധന പാലിക്കാൻ സംസ്ഥാന സഹകരണ ബാങ്കിന് കഴിഞ്ഞിട്ടില്ല. 4% മൂലധന പര്യാപ്താനുപാതം കൈവരിക്കണമെന്ന റിസർവ് ബാങ്ക് നിലപാടും പാലിക്കപ്പെട്ടിട്ടില്ല. കരുതൽ വെക്കാതെ ലാഭം ഉയർത്തിക്കാട്ടിയെന്നും നബാർഡ് കണ്ടെത്തി. ഇതുമൂലമാണിപ്പോൾ ഹ്രസ്വകാല കാർഷിക പുനർവായ്പ സഹകരണ ബാങ്കുകൾ വഴി നൽകേണ്ടെന്നും അതാത് ജില്ലാ ബാങ്ക് വഴി മതിയെന്നും നബാർഡ് തീരുമാനിച്ചത്. ഈ നീക്കത്തെ സംസ്ഥാന സഹകരണ ബാങ്കും സർക്കാരും എതിർത്തിരുന്നു. സർക്കാരും നബാർഡും തമ്മിലുള്ള ഉടക്കിൽ കർഷകർക്ക് നഷ്ടമാകുന്നത് 1000 കോടി രൂപയുടെ കാർഷിക വായ്പ പുനർസഹായമാണ്. ഇത് കാർഷിക രംഗത്തിന് വലിയ നഷ്ടമാകും. കൃഷി പ്രതിസന്ധിയിലാവും. ന്യൂസ് ഡെസ്ക് KCV. എക്സൈസ് വകുപ്പ് ആലപ്പുഴയിൽ നടത്തിയ ഷാപ്പിലേലം തടയാനെത്തിയ ഉച്ചഭാഷിണി ഉടമകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. എക്സൈസ് വകുപ്പ് ആലപ്പുഴ ശക്തി ഓഡിറ്റോറിയത്തിൽ നടത്തിയ ലേലമാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ പ്രവർത്തകർ തടയാൻ ശ്രമിച്ചത്. രാഷ്ട്രീയക്കാർക്കും ഗവൺമെന്റ് പരിപാടികൾക്കും ഉച്ചഭാഷിണി നൽകേണ്ടതില്ലെന്ന് അസോസിയേഷൻ തീരുമാനിച്ചിരുന്നു. ഇതിനെതിരെ പ്രവർത്തിച്ച സൗണ്ട് ഉടമ എക്സൈസ് വകുപ്പിന് ഉച്ചഭാഷിണി നൽകിയിരുന്നു. ഇതാണ് അസോസിയേഷൻ പ്രവർത്തകരെ ചൊടിപ്പിച്ചത്. ലേലസ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കാതെ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ജില്ലാ പ്രസിഡന്റ് MK മംഗളാനന്ദൻ, സെക്രട്ടറി മധുരിമ മധു,
നൌഷാദ്, ചന്ദ്രലാൽ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ, എക്സൈസ് അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ ഇന്ന് നമ്മുടെ ഇടയിലുള്ള അംഗങ്ങളെ കരിങ്കാലികളാക്കിക്കൊണ്ട് അവരുടെ മയക്കുപയോഗിച്ച് നമ്മുടെ സമരത്തെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ലേലം നമ്മുടെ ഉച്ചഭാഷണി ഉപയോഗിക്കപ്പെടുവാനുണ്ടായ സാഹചര്യമാണ് ഇന്നിവിടെ സമരത്തിന് ഞങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ 5 ദിവസമായി രാപകലില്ലാതെ അധ്വാനിച്ച്, രാപകലില്ലാതെ ഉറക്കളച്ച് ഇതിന്റെ അധികാരികളുടെ മുന്നിൽ തങ്ങളുടെ അവകാശങ്ങളും തങ്ങളുടെ ഡിമാൻഡുകളും നിരത്തി വെച്ചുകൊണ്ട് കളക്ടറേറ്റ് മാർച്ചും ധർണയും അടക്കമുള്ള സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടും ഇത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഭരണാധികാരി വർഗത്തിന്റെ മനോഭാവം കേരളത്തിലെ ഉച്ചഭാഷിണി ഉടമകളെ ഒന്നടങ്കം രംഗത്തിറക്കി തങ്ങളുടെ പട്ടിണി മാറ്റുവാനുള്ള ഈ ധർമ്മസമരം വിജയിപ്പിക്കുവാൻ വേണ്ടി ആലപ്പുഴ ജില്ലാ ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ആവിഷ്കരിച്ചിട്ടുള്ള സമരത്തിന്റെ അടുത്ത നടപടിയാണ് ഉച്ചഭാഷിണി കരിങ്കാലികളെ നേരിടുവാനുള്ള ഒരു സമരത്തിന്റെ തുടക്കമാണ് ഇന്നിവിടെ കുറിച്ചിരിക്കുന്നത്. NGO യൂണിയൻ ഹാളിൽ നടന്ന കയർഫെഡ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് ഉച്ചഭാഷണി നൽകിയ ഉടമയ്ക്കെതിരെയും അസോസിയേഷൻ പ്രവർത്തകർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കുമെന്നും MK മംഗളാനന്ദൻ പറഞ്ഞു. സോളാർ കേസ് പുനരന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബിജു രാധാകൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിക്കാൻ ബിജു രാധാകൃഷ്ണൻ എഴുതി നൽകിയതായും അഭിഭാഷകൻ. 9 മാസത്തിനു ശേഷം പുറത്തിറങ്ങിയ സരിതയുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ടെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ സോളാർ കേസ് പുനരന്വേഷിക്കണമെന്നാണ് ബിജു രാധാകൃഷ്ണന്റെ ആവശ്യം. അബ്ദുള്ളക്കുട്ടിയെ സംബന്ധിച്ച് സരിത നടത്തിയ വെളിപ്പെടുത്തലുകളെ കുറിച്ച് അറിയില്ലെന്നും ബിജു രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സാഹചര്യങ്ങളും അതേപോലെ പ്രതികൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഉൾപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്, വസ്തുതകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് കണ്ടെത്തി കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കാനുള്ളതാണ്. പ്രധാന പ്രതിയായ അല്ലെങ്കിൽ ഇത്രയും നാൾ കസ്റ്റഡിയിലുണ്ടായിരുന്ന സരിത തന്നെ പറയുന്നുണ്ട് ഇതൊന്നും തന്നെ ശരിയല്ലായിരുന്നു. ഇപ്പോൾ പുതിയ ആൾക്കാരുടെ പുതിയ ഇടപെടലുകളുണ്ട്, സാമ്പത്തിക ഇടപാടുണ്ട്, രാഷ്ട്രീയ ഇടപാടുണ്ടെന്ന്. അങ്ങനെ വരുമ്പോൾ ഈ അന്വേഷണം എങ്ങനെയാണ് തീർച്ചയായിട്ടും അന്വേഷണം പൂർണ്ണമല്ല, ഒരിക്കലും പൂർണ്ണമല്ല, അന്വേഷണം പൂർണ്ണമല്ല. മാത്രമല്ല അതിൽ എനിക്ക് വ്യക്തമായ സംശയങ്ങളുള്ളത് കൊണ്ടാണ് പുനരന്വേഷണം കൊടുത്തത്. അതിന്റെ കൂടെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അബ്ദുള്ളക്കുട്ടിയുടെ കാര്യത്തിൽ ഇപ്പം ആരോപണത്തിൽ വന്നിട്ടുള്ള ആരോപണ വിധേയരായിട്ടുള്ള പൊതുപ്രവർത്തകരെയും സരിതയും കക്ഷി ചേർത്ത് ഈ കേസിൽ പുനരന്വേഷണം, അതായത് ഈ ആരോപണങ്ങൾ അല്ലല്ല അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ സരിത ഒരു ചീത്ത പെൺകുട്ടി സ്ത്രീയാണെന്ന് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടുമില്ല. ആലപ്പുഴ സ്വദേശി പ്രകാശിനിൽ നിന്ന് പണം തട്ടിയ കേസിലാണ് ബിജുവിനെ ആലപ്പുഴ കോടതിയിൽ ഹാജരാക്കിയത്. KSRTC പെൻഷൻ സർക്കാർ ഏറ്റെടുക്കാത്തത് പെൻഷൻകാരോടുള്ള വെല്ലുവിളിയും ക്രൂരമായ മനുഷ്യാവകാശ ലംഘനവുമാണെന്ന് ട്രാൻസ്പോർട്ട് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ. കേരളത്തിലെ പ്രൈവറ്റ് കോളേജുകളിലും പ്രൈവറ്റ് സ്കൂളുകളിലും, അതായത് എയ്ഡഡ് മേഖലകളിൽ കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങിച്ച് നിയമിക്കുന്നവർക്ക് പോലും സർക്കാർ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിലൊക്കെ ജോലി ചെയ്യുന്നവർ വെറും 732 കൊല്ലവും ഒരു ദിവസം 731 ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. ആ പെൻഷൻ കൊടുക്കാൻ സർക്കാരിന് യാതൊരു മടിയുമില്ല. KSRTC ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ മേഖലകളിലും സർക്കാർ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ആയതുപോലെ തന്നെ ഇപ്പൊ 60 വയസ്സ് പൂർത്തിയായ ആളുകൾക്ക് കൊടുക്കുക ഈ ഗവൺമെന്റ് ഇപ്പൊ പെൻഷൻ കൊടുക്കുകയാണ്. ഇനി പെൻഷൻ കൊടുക്കാൻ പ്രത്യേകമായി യാതൊരു വിഭാഗമില്ലായിരിക്കുമ്പോൾ കാലാകാലങ്ങളിൽ പെൻഷൻ നിഷേധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് KSRTCയിലെ പെൻഷൻകാരെ എത്തിച്ചേരും. ഈ അവഗണന മാറ്റി തരണം ഗവൺമെന്റ്. ഞങ്ങൾക്ക് സർക്കാർ കൃത്യമായി പെൻഷൻ തരണം. നിലവിലുള്ള സർക്കാരിന്റെ പെൻഷൻകാരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തി സർക്കാർ നേരിട്ട് ഞങ്ങൾക്ക് പെൻഷൻ തരണം. 12% EPF വിഹിതമായി അന്നേ മാറ്റിവെക്കപ്പെടുകയാണ്. അതിന്റെ ഭരണത്തിലവ് ഉൾപ്പെടെ 13.16% എമൗണ്ട് ഒരേ എംപ്ലോയിയുടെ നിന്ന് മാറ്റിവെക്കപ്പെടുന്നു ഓരോ മാസവും. ഇങ്ങനെ മാറ്റിവെക്കപ്പെടുന്ന എംപ്ലോയിയുടെ വേതനം തന്നെ മാത്രം നമ്മൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് അതിന്റെ പലിശ എടുത്താൽ പോലും തീർച്ചയായും നമുക്ക് പെൻഷൻ തരാൻ കഴിയും. അങ്ങനെ ഇരിക്കെ ആ EPF വിഹിതം ഇന്നുവരെ ഗവൺമെന്റ് മാറ്റിവെക്കപ്പെടാതെ വന്നാൽ ഞങ്ങൾ പിന്നെ സർക്കാരിനോടല്ല പിന്നെ വേറെ ആരോട് ഞാൻ ചോദിക്കാൻ കഴിയും? 1984 ഏപ്രിൽ 1 മുതലാണ് ജീവനക്കാർക്കായി KSRTC പെൻഷൻ ഏർപ്പെടുത്തിയത്.
2013 മാർച്ച് വരെ പെൻഷൻ പറ്റുന്നവർ ഇതിന് അർഹരുമാണ്. ഓരോ ജീവനക്കാരും ശമ്പളത്തിന്റെ 12% EPF വിഹിതമായും ഭരണച്ചെലവുകൾക്കായി 1.16% ഉൾപ്പെടെ 13.16% തുകയാണ് അടയ്ക്കുന്നത്. ഇത്തരത്തിൽ 30 വർഷം ജോലി ചെയ്യുന്ന ഒരാളിന് വേണ്ടി അടയ്ക്കേണ്ടി വരുന്ന തുകയും പലിശയും സ്ഥിര നിക്ഷേപം നടത്തിയാൽ മാത്രം പെൻഷനുകൾക്കുള്ള തുക ലഭിക്കുമെന്നും പ്രതിമാസം ടിക്കറ്റ് നിരക്ക് വഴി 150 കോടി രൂപ ലഭിക്കുമ്പോൾ ശമ്പളവും പെൻഷനുമായി 89 കോടി രൂപ വേണം. ദിവസേനയുള്ള ഡീസൽ ചെലവിന് 2.5 കോടി രൂപയും വായ്പ തിരിച്ചടവ്, പലിശ, പുതിയ ചേസ് പർച്ചേസ് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ വേറെയും. തന്മൂലം ഒരിക്കലും കൂട്ടിമുട്ടാത്ത 2 നേർരേഖകളായി വരവും ചിലവും നിൽക്കുമ്പോൾ KSRTCയെ രക്ഷിക്കാൻ സർക്കാരിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നും കെടുകാര്യസ്ഥതയുടെ പൂരപ്പറമ്പായ മാനേജ്മെന്റിനെ ഒഴിവാക്കണമെന്നും പ്രൊഫഷണലിസം ഉൾക്കൊള്ളാൻ കഴിയാത്ത തട്ടുകട നടത്തുന്ന ചായക്കടക്കാരന്റെ ശൈലി ഉൾക്കൊണ്ടുപോകുന്ന ഇത്തരം മാനേജർമാർ KSRTCയെ ആപത്തിലേക്ക് നയിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ചങ്ങനാശ്ശേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ട്രാൻസ്പോർട്ട് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോസ് വേങ്ങൽ, സെക്രട്ടറി MA സത്താർ, VK രാജേന്ദ്രൻ പിള്ള, രവീന്ദ്രൻ പരീത്, വിജയാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയുള്ള വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. മുട്ടാർ നാലുതോട് പ്രദേശത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അടിയന്തര പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. ഇത് അത്യന്തം നിർഭാഗ്യകരമാണ്. ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. ഇതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ചേർന്ന ഒരു പ്രവർത്തനമല്ല. ഇതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഭൂഷണമല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം. ജനങ്ങളാണ് നമ്മുടെ ശക്തി. ജനങ്ങളാണ് നമുക്ക് എപ്പോഴും നമുക്ക് ശക്തി പകരുന്നത്. അവർക്ക് ന്യായമായ കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായും അവർ തടയും, അവർ പ്രതിഷേധം അറിയിക്കും, അവർ ധർണ നടത്തും, അവർ പിക്കറ്റിംഗ് നടത്തും. അതൊക്കെ സർവ്വസാധാരണമാണ്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ അത്തരം പ്രതിഷേധങ്ങൾ അറിയിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്. പക്ഷെ മുട്ടാറ്റിൽ മാത്രം, ഈ പ്രദേശത്ത് മാത്രം ഇവിടെ അനുവദിക്കപ്പെട്ട തുക, അർഹതപ്പെട്ട തുക, ഇവിടെ വർക്കിംഗ് ഗ്രൂപ്പ് തീരുമാനിച്ച തുക, അത് യാതൊരു ന്യായീകരണമില്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടുപോയപ്പോൾ നിങ്ങൾ പ്രതിഷേധിച്ചു. അത് നിങ്ങളുടെ അവകാശമാണ്.
ആ പ്രതിഷേധിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ആ പ്രതിഷേധത്തിന്റെ ഗൌരവം മനസ്സിലാക്കി നിലപാട് മാറ്റുക, എടുത്ത തീരുമാനം തിരുത്തുക, തെറ്റായിട്ടുള്ള തീരുമാനം എടുത്തെങ്കിൽ അത് പുനഃപരിശോധിക്കുക. അതാണ് ജനപ്രതിനിധികളും ജനനേതാക്കളും ചെയ്യേണ്ടത്. മുട്ടാർ നാലുതോട് വികസന സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ MC മാത്യു മണലിൽ നൽകിയ 3 സെന്റ് വസ്തുവിൽ അംഗൻവാടി നിർമ്മിക്കുവാനുള്ള ഫണ്ട് അനുവദിക്കുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. ചൊവ്വാഴ്ച നടന്ന യോഗത്തിൽ ജോൺസൺ ജോസഫ് അധ്യക്ഷനായി. ജനപ്രതിനിധികളായ മാത്തുക്കുട്ടി ഈപ്പൻ, അലക്സ് മാത്യു, CP രാജീവ്, NG സജീന്ദ്രൻ, ശോഭ മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ ജില്ലയിലെ ദേശീയപാതയുടെ അറ്റകുറ്റപ്പണികൾ ജില്ലാ കളക്ടർ N പത്മകുമാർ നേരിട്ട് വിലയിരുത്തും. 5 ഘട്ടങ്ങളിലാണ് അറ്റകുറ്റപ്പണികൾ നടക്കുക. ഇത് സംബന്ധിച്ച് കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ കേന്ദ്രമന്ത്രി KC വേണുഗോപാലാണ് അറ്റകുറ്റപ്പണികൾ നേരിട്ട് വിലയിരുത്താൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയത്. ആലപ്പുഴ ജില്ലയിലെ ദേശീയപാതയുടെ റോഡുകൾ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ ഫണ്ടും അനുവദിച്ചിട്ടുണ്ട്. അരൂർ മുതൽ ചേർത്തല വരെ 17 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചു. ടെൻഡർ 28-ാം തീയതി കഴിഞ്ഞു. ചേർത്തല മുതൽ പാതിരപ്പള്ളി വരെ അതുപോലെ 6-9 കോടി രൂപ ടെൻഡർ നടപടി കഴിഞ്ഞു. എഗ്രിമെന്റ് ഒപ്പിട്ടു. അതിന് പണി തുടങ്ങാൻ പോവാണ്. പാതിരപ്പള്ളി മുതൽ പുറക്കാട് വരെയുള്ള വർക്ക് അറേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പം ഏപ്രിൽ 15-നകം പൂർത്തീകരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പണി ഇതുവരെ പിന്നെ നമ്മുടെ പുന്നപ്ര അറവുകാട് വരെ ആയിട്ടുണ്ട്. അതിന് അങ്ങോട്ടുള്ള പണി നടക്കേണ്ടതുണ്ട്. അതുപോലെ പുറക്കാട് ടു കരുവാറ്റ അതും 5 കോടി രൂപ വർക്കാണ്. അപ്പോൾ അതും സാങ്ഷൻ ആയിട്ടുണ്ട്. ടെൻഡർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തം ദേശീയപാത അരൂര് മുതൽ കൃഷ്ണപുരം വരെയുള്ള അതുപോലെ കരുവാറ്റ കൃഷ്ണപുരം നമ്മൾ പൂർത്തീകരിച്ചു. 16 കോടി വെച്ച് പൂർത്തീകരിച്ചു. അപ്പോൾ അരൂർ മുതൽ കൃഷ്ണപുരം വരെയുള്ള ദേശീയപാതക്കായി 70 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചത്. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഏറ്റവും ഒടുവിൽ അനുവദിച്ചടക്കം അരൂർ മുതൽ കൃഷ്ണപുരം വരെയുള്ള ഭാഗത്താണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നത്. വിവിധ ഘട്ടങ്ങളിലായി അറ്റകുറ്റപ്പണികൾക്കായി 17 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നു. അതേസമയം ആലപ്പുഴ നഗരത്തിലെ കനാലുകളുടെ നിർമ്മാണത്തിന് ടെൻഡർ എടുക്കാൻ ആരും മുന്നോട്ട് വന്നിട്ടില്ല. സംസ്ഥാന സർക്കാർ കാന നിർമ്മാണത്തിന് അനുവദിച്ച 5.2 കോടി രൂപ നഷ്ടപ്പെടും. ജില്ലാ കളക്ടർ N പത്മകുമാർ യോഗത്തിൽ പങ്കെടുത്തു. കയർഫെഡ് എംപ്ലോയീസ് അസോസിയേഷൻ CITU 6ാമത് സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടന്നു. NGO ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കയർ വ്യവസായ മേഖലയിലെ സഹകരണ സ്ഥാപനങ്ങളുടെ എന്നാൽ ഇപ്പോൾ ദൗർഭാഗ്യവശാൽ കയർഫെഡ് അതിന്റെ പ്രവർത്തനങ്ങൾ നന്ദിക്കുവിടുവാൻ ഗവൺമെന്റ് ആഗ്രഹിച്ചതുപോലെ തന്നെ താഴെ പ്രവർത്തിക്കുന്ന കയർ സഹകരണ സംഘങ്ങളെയും പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കുവാൻ ഗവൺമെന്റിന്റെ അനാസ്ഥ കാരണമാക്കിയിട്ടുണ്ട്. 100 കണക്കിന് കയർ സഹകരണ സംഘങ്ങൾ ഇന്ന് പ്രവർത്തിക്കാതിരിക്കുകയാണ്. സഹകരണ സംഘങ്ങൾ പ്രവർത്തിച്ച് അതിന്റെ അപ്പർ സ്ഥാപനത്തിന്റെ പ്രവർത്തനം അതിന് ഗുണകരമാക്കി മാറ്റാൻ ഒക്കെയുള്ള നിലപാടുകൾ നയപരമായി തീരുമാനിക്കേണ്ടത് ഗവൺമെന്റാണ്. കേരളത്തിലെ ഗവൺമെന്റിന് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിപ്പോയില്ല. കേരളത്തിലെ കയർ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്കാണെങ്കിൽ കയർ വ്യവസായത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് തെല്ലുപോലും ധാരണയില്ലാതെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പരസ്യമായിട്ട് പറയുന്നുണ്ട്. വിവിധ കോൺഫറൻസുകളൊക്കെ വിളിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയും. കയർഫെഡ് എംപ്ലോയീസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് വിക്രമൻ ആചാരി അധ്യക്ഷനായി. അഡ്വക്കേറ്റ് KR ഭഗീരഥൻ, റിജീഷ്, MK ബേബി, അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനത്തിൽ ഉയർന്നു. ലയൺസ് ക്ലബ് ഓഫ് ചങ്ങനാശ്ശേരി റോയലിന്റെ ആഭിമുഖ്യത്തിൽ ലയൺസ് ആരോഗ്യ ഗ്രാമം 2014 എന്ന പേരിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തെങ്ങണ ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച ഒരു ലയൺസ് ക്ലബാണ് ലയൺസ് ക്ലബ് ഓഫ് ചങ്ങനാശ്ശേരി റോയൽ. ഞങ്ങളുടെ ഈ 3 വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് ഒരു സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ്. ലയൺസ് ആരോഗ്യ ഗ്രാമം 2014 എന്ന പേരിൽ ഈ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് കുറുമനാട് സെന്റ് ആന്റണീസ് LP സ്കൂളിന്റെ ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഈ വരുന്ന ശനിയാഴ്ച മാർച്ച് മാസം 8-ാം തീയതി രാവിലെ 9 മണിക്ക് ബഹുമാനപ്പെട്ട MLA CF തോമസ് സാർ ഉദ്ഘാടനം ചെയ്യുകയും കുറുമനാടം പുറനാപ്പള്ളി വികാരി റവറന്റ് ഡോക്ടർ ശേഖർ ജെ പുത്തങ്കളം സന്ദേശം നൽകുകയും ചെയ്യും. അതിനുശേഷം
പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ 20ഓളം വരുന്ന ഡോക്ടർമാർ 11 വിഭാഗങ്ങളിലായി രോഗികളെ പരിശോധിച്ച് രോഗനിർണയം നടത്തുകയും തുടർ ചികിത്സ ആവശ്യമെങ്കിൽ അതിനുവേണ്ട വൈദ്യോപദേശം നൽകുകയും. മാർച്ച് 8-ാം തീയതി കുറുമ്പനാടം സെന്റ് ആന്റണീസ് LP സ്കൂളിൽ വെച്ച് നടക്കുന്ന ക്യാമ്പിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ 11 വിഭാഗങ്ങളിൽ നിന്നായി 20-ൽ പരം ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കും. തുടർ ചികിത്സ ആവശ്യമായി വരുന്ന രോഗികൾക്ക് പുഷ്പഗിരി മെഡിക്കൽ കോളേജിന്റെ സഹായത്തോടെ പ്രത്യേക ഇളവുകളോടെ ചികിത്സ ലഭ്യമാക്കും. സൌജന്യ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ചങ്ങനാശ്ശേരി MLA CF തോമസ് ഉദ്ഘാടനം ചെയ്യും. കുറുമ്പനാടം ഫൊറോന വികാരി ഫാദർ ഡോക്ടർ സേവ്യർ ജെ പുത്തൻകളം മുഖ്യപ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് CS ജോസഫ് ചെത്തിപ്പുഴ, സെക്രട്ടറി ടോമി ഓലിക്കര, തോമസ് ജോബ്, ആന്റണി സെബാസ്റ്റ്യൻ, റോയി മുലയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാൽക്കരയിലെ തണൽ മരങ്ങൾ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിക്കുന്നു. പഞ്ചായത്തുകൾക്ക് നിസ്സംഗത. കാർഷിക വായ്പയ്ക്ക് തടയിട്ട് നബാർഡ്. കേരളത്തിൽ കാർഷിക രംഗം കടുത്ത പ്രതിസന്ധിയിലേക്ക്. എക്സൈസ് ലേലത്തിന് ഉച്ചഭാഷിണി നൽകിയ ഉടമയ്ക്കെതിരെ ലൈറ്റ് ആൻഡ് സൗണ്ട് അസോസിയേഷൻ ലേലം തടയാൻ ശ്രമം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.